പത്മജ ജീവിതത്തിലേക്ക് വരുന്നു. ഡോക്ടർ പാടുന്നുള്ള കാര്യം പത്മജയ്ക്ക് അറിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഒന്നോ രണ്ടോ വേണു അതിൽ പാടുന്ന വേണു എന്നാണ് ആൾ അറിയുന്നത് ചെയ്യാ. പിന്നെ എനിക്ക് അത്രയൊന്നും വിവരം ഉണ്ടായില്ല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും പറയാ. ചെറിയ വയസ്സിലാണല്ലോ കല്യാണം. ഞാനന്ന് 17 വയസ്സ് തീരുമാനിച്ചു, 18 വയസ്സ് കല്യാണം കഴിഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ ജയിലിൽ പോകുന്ന പേടി അതുകൊണ്ട് അല്ല, അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഡോക്ടർ എന്നെ കാണാൻ വന്നത് എനിക്ക് പെണ്ണ് കാണാൻ വന്നതെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ. ഞാൻ മെഡിക്കൽ ലിസ്റ്റിലെ ഡ്യൂട്ടി ആയിരുന്നു. അന്ന് ജൂനിയർ ഡോക്ടർ MDക്ക് പോയിട്ടില്ല. അപ്പോഴാണ് ഗസ്റ്റ് ഹൗസ് പോയി കാണുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അതേ വയസ്സിൽ പോയി കണ്ടു. അത് പലപ്പോഴും നടന്നു പോകുന്നുണ്ട്, തിരിച്ചു കൊണ്ട് പോകുന്നു. അത് മാത്രം അതിനും ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി അന്ന് ഈ രാജേന്ദ്ര മൈതാനം മറൈൻ ഡ്രൈവ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ അടിച്ചും മെന്നിച്ച് അപ്പൊ എല്ലാവരും ഈ സ്പീഡിനെ പറ്റി പറയാം. എനിക്ക് കാർ എൻജോയ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ആണുങ്ങളായി എങ്ങനെ കാർ ഓടിക്കണം. ഒരു നേരം BTCയിൽ കയറി പോകും, തിരിച്ചു പോകും. അപ്പൊ ഇടയിൽ കൂടെ കാണാറുണ്ട്. അപ്പൊ എൻ്റെ കൂട്ടുകാർ കളിപ്പിക്കും, ഒരു ചാൻസ് ഉണ്ടോ ഒന്ന് നോക്കിക്കോ. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇനി വല്ല ഉരുട്ടലോ അടിയോ കിട്ടുന്ന സ്ഥലമാണ്, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ. എന്നെ 15 വയസ്സിൽ കണ്ടിട്ടുണ്ട്. ഇത്ര ഏതൊരു കല്യാണം, ഞങ്ങളുടെ ബന്ധുവിന്റെ കല്യാണത്തിന് നോട്ടം വിട്ടതാണോ? മെഡിക്കൽ കോളേജ് പഠിക്കില്ല, ചില നോട്ടൊക്കെ ഉണ്ടായിരുന്നു. പോയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടു അവിടെ കല്യാണം കഴിക്കാൻ വെച്ചാൽ ആ കുട്ടീനെ കല്യാണം കഴിക്കണം. വെറുതെ തമാശക്ക് പറഞ്ഞാന്ന്. അത് കഴിഞ്ഞ് 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ആലോചന വരുന്നതും. കറക്റ്റായി വന്നു. അങ്ങനെ പത്മജ ജീവിതത്തിലേക്ക് കയറി വരുന്നു. ഡോക്ടർ ഏത് പാട്ട് ആദ്യം പാടിയത്? ഏതാ അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത് ആള് പാടാൻ കയറി എനിക്ക് ഭയങ്കര ടെൻഷനാ. പാടാൻ പിന്നെ ഭാഗത്തേക്കേ നോക്കില്ല. അത് ഇത്ര കാലം കഴിഞ്ഞിട്ട് ആള് പാടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ടെൻഷൻ. ബാക്കി ആരുടെ പാട്ട് ഒരു കുഴപ്പമില്ല, ഭയങ്കര ടെൻഷൻ.